എം ടി വാസുദേവൻ നായരെ കുറിച്ച് സംസാരിക്കുകയാണ്. എം ടിക്ക് നമ്മുടെ മലയാളത്തിൻ്റെ ഒരേ ഒരു എം ടിക്ക് പ്രത്യേകിച്ച് മുഖവുരയൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. എം ടി അദ്ദേഹം ഒരു വലിയ പ്രകാശ ഗോപുരമാണ് മലയാള സാഹിത്യത്തിൻ്റേത്. അദ്ദേഹം ഇതിൻ്റെ മലയാളത്തിൻ്റെ കഥയുടെ പരപ്പിൽ നിന്ന് അദ്ദേഹം കണ്ടെടുത്ത മുത്തുകളേറെയാണ്, ആ പ്രകാശത്തിൽ നയിക്കപ്പെട്ടവരേറെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു എം ടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കൽപ്പറ്റ നാരായണ മാഷ് ഈ ജ്ഞാനപീഠത്തോളം വളർന്ന എം ടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു എം ടി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും എം ടിയോട് നമ്മൾ മുൻകാലങ്ങളിലൊക്കെയും ഇപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുക, ഞാൻ പത്രമാഫീസിൽ പണിയെടുക്കുന്ന ഒരാളാണ് എന്നാണ് പറയുക. അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അദ്ദേഹം മലയാള സാഹിത്യത്തെക്കുറിച്ച് വളരെയധികം പഠിക്കുന്ന ഒരാളാണ്. മലയാള കഥയുടെ എല്ലാ ഗതിവിഗതികളെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കാലാതിവർത്തിയായി മലയാളത്തിൽ നിലനിൽക്കുന്ന എഴുത്ത് ആരുടേതാണെന്നുള്ള അന്വേഷണം അദ്ദേഹം നടത്തിപ്പോകുമ്പോൾ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു ലിസ്റ്റിൽ, അങ്ങനെ ഒരു പട്ടികയിൽ സ്വയം അതിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കാറുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എം ടി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ എം ടി നാളുകളിൽ മലയാളത്തിൻ്റെ ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൻ്റെ പോക്കിൽ നാളുകളിലെ വായനക്കാരുടെ മനസ്സിൽ എം ടി എങ്ങനെയൊക്കെ ആകും അടയാളപ്പെട്ട് കിടക്കുക? മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് പല ഉത്തരങ്ങളും ഉണ്ടാകും. പക്ഷേ ഒരാളോട് നിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ മിക്കവാറും അയാൾ പറയുക എം ടി വാസുദേവൻ നായർ എന്ന്. അതിന് കാരണം അദ്ദേഹം ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ റൈറ്റർ ആണ് എന്നതാണ്. വ്യക്തിഗതങ്ങളായ സ്മരണകളോടാണ് അദ്ദേഹം സംവദിക്കുക. അതുകൊണ്ട് മലയാളിയുടെ ഏകാന്തതയ്ക്ക്, മലയാളിയുടെ പാപഗ്രസ്തമായിട്ടുള്ള അബോധത്തിന് ഒക്കെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ. അപ്പോൾ ഈ എം ടി വാസുദേവൻ നായർ നിസ്സംശയം അതിലൊരു അത്ഭുതമുള്ളത്, ഒരിക്കലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെക്കുറിച്ചോ തന്നെ ഉയർത്തുന്ന വിധത്തിലോ ഒരു നിലപാടും രചനകളിലോ അഭിപ്രായങ്ങളിലോ അദ്ദേഹം സ്വീകരിക്കാറില്ല. മറിച്ച് ആത്മാരാധനയ്ക്ക് പകരം ആത്മനിന്ദ ഇത്ര ധീരതയോടെ എഴുതിയ മറ്റൊരു മലയാളി എഴുത്തുകാരൻ ഇല്ല. അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സന്തോഷിപ്പിക്കാത്ത, അസ്വസ്ഥപ്പെടുത്തുന്ന ഒരാൾ എങ്ങനെ പ്രിയങ്കരനായി തീർന്നു എന്ന ചോദ്യം പ്രധാനമാണ്. അതിലെ അത്ഭുതം ആ പറയുന്നതിലെ നേര് സത്യത്തിൻ്റെ ഒരു സൂക്ഷ്മ സംവേദനമാണ് എം ടിയെ ആളുകൾക്ക് ഒഴിച്ചുകൂടാത്ത ഒരു എഴുത്തുകാരൻ ആക്കി തീർത്തത്. താൻ ജീവിച്ച കാലത്തിൻ്റെ ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരു അനുഭവം വരുംകാലത്തേക്ക് നൽകി എന്നതാണ് എം ടി വാസുദേവൻ നായർ ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്നത്. അതെ, മലയാളം കണ്ടിട്ടുള്ള ഈ പേഴ്സണൽ റൈറ്റർ. ഞാൻ വായിക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ കൂട്ടിയിട്ടാണ് ഞാൻ വായിക്കുക. ഇങ്ങനെയാണ് ഓരോ ആളും എം ടി വായിക്കുക. അതുകൊണ്ട് വ്യക്തിപരമായ മലയാളിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരനുഭവം, എത്രയോ സായാഹ്നങ്ങൾ അദ്ദേഹം വേദന കലർത്തിയിട്ടുണ്ട്, എത്രയോ ഏകാന്തതകൾ അദ്ദേഹം ഭാവബന്ധുരമാക്കിയിട്ടുണ്ട്. എം ടി മലയാളത്തിലെ മറക്കാനാകാത്ത ഒരു കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയാണ് ഭാവിയിൽ ഓർമ്മിക്കപ്പെടുക. അതൊരു വലിയ നിരീക്ഷണമാണ്. മലയാളത്തിൻ്റെ കാലാവസ്ഥയായിട്ട് എന്നും നിൽക്കും എം ടി. വേറൊന്നുള്ളത്, ഇനിയും എനിക്ക് വെങ്കടാചലം സ്വാമിയോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും എഴുത്തുകാരനൊക്കെ ആയിരിക്കുമ്പോഴും എം ടിയോട് അടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്, എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ സി വി രാമൻപിള്ളയുടെ നായിക പാറുക്കുട്ടിയെക്കുറിച്ച് പറയുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു സ്ഥായി ഭാവം എം ടിക്കുണ്ട്. ആരാധകരായവരോട്
അകലെ അകലെ എന്ന് കൽപ്പിക്കുന്ന ഒരു 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 ഭാവം അതവിടെ നിൽക്കുന്നു. പിന്നെ അദ്ദേഹം തീരെ സംസാരിക്കാത്ത ഒരു പ്രകൃതം, ഒരു പുഞ്ചിരിക്ക് തന്നെ വളരെ പിശുക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ആയ ചില കാര്യങ്ങളാണ്. ഇതിൻ്റെ നേരെ മറുവശത്തും ഒരു എക്സ്ട്രീമായ ഒരു തലമുണ്ട്. എം ടിക്ക് അത്രത്തോളം അടുത്ത ആഴത്തിലുള്ള സൗഹൃദങ്ങളുണ്ട്. അങ്ങനെ അടുത്ത ആഴത്തിലുള്ള സൗഹൃദം എം ടിയുമായി പുലർത്തുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾ അങ്ങേ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് എം ടിയോട് ഇത്ര അടുത്തത്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ എം ടിയോട് അടുക്കാനുള്ള ഒരു വഴി എന്താണ്? എന്നെ വീട്ടിൽ വിളിക്കുക സേതു എന്നാണ്. ആ സേതു എന്ന പേര് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് അറിയും? എം ടിയുടെ കാലം വായിച്ചിട്ടാണ്. പിന്നെ വേറൊന്ന് പറയാം, ഈ സ്നേഹത്തെ തൊടാൻ പറ്റുമോ? സ്നേഹത്തെ അനുഭവിക്കാനല്ലേ പറ്റൂ. തൊടാൻ പറ്റുന്ന ഒരു സൗഹൃദം എം ടിക്ക് എന്നിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1972 ആദ്യം കാണുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ആ സൗഹൃദം നിലനിർത്തി പോന്നിട്ടുണ്ട്. എം ടിയുടെ മനസ്സിൽ കടക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് താങ്കൾ പറഞ്ഞ മാതിരിയും എളുപ്പമല്ല. പക്ഷെ കൽപ്പറ്റ നാരായണൻ്റെ ആ നിരീക്ഷണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരു സ്കാനിങ് ഐ എന്നാണ് ഞാൻ പറയാം. ഒരു എക്സ്റേ കണ്ണുകളാണ്. ഒരു മിനിറ്റ് നിങ്ങളെ മുമ്പിൽ നിങ്ങൾ സംസാരിച്ചു തന്നാൽ രണ്ടാമത്തെ മിനിറ്റിൽ ആരാണ് നിങ്ങളെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ 3-ാം മിനിറ്റിൽ അദ്ദേഹത്തിന് അറിയാം നിങ്ങൾ ആരാണെന്ന്. ഒരു എക്സ്റേ കണ്ണും ഒരു സ്കാൻ ചെയ്യുന്നൊരു കഴിവും അദ്ദേഹത്തിനുണ്ട്. 72 പരിചയപ്പെട്ട എന്നെ 2000 മുതൽക്കാണ് തുഞ്ചൻപറമ്പിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടുന്നത്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണം ഞാൻ പറയാം. 2004 ഇതേമാതിരി കടപ്പുറത്ത് ഞാൻ AR മുമ്പിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഒരു ഉറൂബിൻ്റെ പരിപാടി കഴിഞ്ഞ് എം ടി ആയിരുന്നു ഇനോഗ്രേഷൻ. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ നിൽക്കുക. അപ്പോൾ എം ടി ഇനോഗ്രേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് കാറിൽ വരികയാണ്. പെട്ടെന്ന് കാർ എൻ്റെ അടുത്ത് വന്ന് നിർത്തി. എന്നിട്ട് പുറത്തൊരു തട്ട്, 26-ാം തീയതി തുഞ്ചൻപറമ്പിലേക്ക് വരണം. ഞാൻ പറഞ്ഞ ഞാൻ പരിപാടി കാണാൻ വരുന്നുണ്ട്. പരിപാടി കാണാനല്ല, എഴുതാനാ. ഒരടി ഒരു പോക്കും കഴിഞ്ഞു. അതായത് എനിക്ക് സമ്മതമാണോ, എനിക്ക് അന്ന് സൗകര്യമുണ്ടോ എന്നുള്ള ഒന്നും അദ്ദേഹത്തിന് അറിയണ്ട. ഞാൻ പറഞ്ഞാൽ അപ്പുറത്ത് എനിക്ക് എന്താണുള്ളത്. അത്രയും കാലം കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ ഒരു അടുപ്പം കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് മുതലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2000 മുതൽ തുഞ്ചൻപറമ്പായിട്ട് ഞാൻ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കടുത്ത പരീക്ഷ പാസ്സായി കൊണ്ട് മാത്രമേ നമുക്ക് എം ടിയുടെ മനസ്സിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. കടുത്ത പരീക്ഷ മാത്രമല്ല, ഒരുപാട് കടമ്പകൾ കടന്നാലേ അത് അങ്ങേർക്ക് ബോധ്യമാവണം. ഇവൻ എൻ്റെ അടുത്ത് വരുന്നത് എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനല്ല, എന്നിൽ നിന്ന് ഒന്നെങ്കിലും നേടാനല്ല, എനിക്ക് ആമുഖം എഴുതിത്തരാനല്ല, എൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കാനല്ല, എൻ്റെ അടുത്ത് നിന്ന് ഒന്നും ഇവന് വേണ്ട. അതായത് മഞ്ഞിലൊരു വാക്ക് എം ടി പറയുന്നുണ്ട്, എനിക്ക് ടീച്ചറെ ഇഷ്ടമാണ്, വെറുതെ ഇഷ്ടമാണ്. ആ വെറുതെ ഇഷ്ടമാണോ ഇവന് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. മുതലെടുപ്പ് അതിലൂടെ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അതുപോലെ എം ടിയെക്കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ എം ടി നാരായണൻ സാർ പറഞ്ഞതുപോലെ മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരുടെ നിരയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ഏറ്റവും വലിയൊരു സർഗാത്മകത എന്ന് പറയുന്നതിന് നമുക്ക് മറ്റൊരു ആളെ കണ്ടെത്താനില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് സർഗാത്മകയുടെ പ്രതിരൂപമായിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ കാണാം. അപ്പോഴും ഈ സർഗാത്മകതയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചെറിയ പ്രശ്നം, സർഗാത്മകതയ്ക്ക് ഈ വ്യവസ്ഥാപിത സംവിധാനങ്ങളൊക്കെ സർഗാത്മകതയ്ക്ക് ശത്രുവാണ്, അല്ലെങ്കിൽ അരാജകത്വമാണ് ഈ സർഗാത്മകതയുടെ ഒരു അതിൻ്റെ ലക്ഷണം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ ഈ സർഗാത്മകതയെല്ലാം പൂർണ്ണമായിട്ട് നിർത്തി പോകുമ്പോഴും എം ടി ഈ വ്യവസ്ഥകളോട്
അല്ലെ വ്യവസ്ഥകളെ സമ്പൂർണ്ണമായി നിഷേധിക്കുന്നത് അദ്ദേഹം ചെയ്യാറില്ല. ഒരു സംവിധാനങ്ങളോട്, സിസ്റ്റത്തോട് അദ്ദേഹം നിഷേധിക്കാറില്ല. കലഹിക്കാറുണ്ടാവും, അല്ലെ ആ സിസ്റ്റത്തിൽ തൻ്റേതായ ഒരു സിസ്റ്റം അദ്ദേഹം രൂപപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ ഒരു കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായി നടന്നു പോകുക എന്നത് അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുള്ള വളരെ അധികം ജീവിതത്തിലെ അച്ചടക്കം അദ്ദേഹം പുലർത്തുന്ന ഒരാളായിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇത് എങ്ങനെയാണ് ഈ സർഗാത്മകതയോട് ചേർത്ത് കൊണ്ടുപോവുക എന്നത് വലിയൊരു സംശയമായിട്ട് നമുക്ക് നിൽക്കും. ശ്രീകുമാർ അങ്ങനെ തുഞ്ചൻ പറമ്പിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. അദ്ദേഹം നമുക്കറിയാം അക്കാഡമിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് ആ കാര്യങ്ങൾ നടത്തിയത്. തുഞ്ചൻ പറമ്പ് അദ്ദേഹം അവിടെ പ്രവേശിച്ച് അന്നു മുതൽ ഇന്ന് വരെ ഇത് എത്ര ഭംഗിയായിട്ടാണ് നടന്നു പോകുന്നത്. എം ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംവിധാനങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ നിഷേധിക്കാത്ത ഒരു നിലപാടിലൂടെ പോകുന്നത് എങ്ങനെയാണെന്ന് അടുത്ത് നിന്ന് കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ശ്രീകുമാർ എന്താണ് അത് മനസ്സിലാക്കുന്നത്? എനിക്ക് എം ടി സാറിനെ പരിചയം എന്ന് പറയുന്നത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ സബ് എഡിറ്ററായിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയിൽ നിന്ന് ഞാൻ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ട് പോകുന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് തുഞ്ചൻ പറമ്പിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വരണം, ശ്രീകുമാരൻ എൻ്റെ കൂടെ, എന്നെ ശ്രീകുമാരൻ എന്നാണ് വിളിക്കുക, ശ്രീകുമാർ എന്നല്ല ശ്രീകുമാരൻ എന്നാണ് വിളിക്കുക. എൻ്റെ മുത്തച്ഛനും എം ടി സാറും മാത്രമേ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു അവിടെ വരണം, തുഞ്ചൻ പറമ്പിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല, അത് നോക്കണം എന്ന് പറഞ്ഞു. ഈ ഒരു വാചകമേ ഉള്ളൂ, അതിനകത്ത് മറ്റൊന്നുമില്ല. പറ്റുമ്പോൾ നോക്കിയാൽ മതി, പിന്നെ ഇവിടുന്ന് തരാൻ പറ്റുന്നൊരു ചെറിയ പ്രതിഫലമുണ്ട്, അത് തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറാണ് വിളിക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ആഴ്ചപ്പതിപ്പിൻ്റെ കാലത്താണെങ്കിലും അന്ന് എഴുതിയിരുന്ന റോസ്മേരി ചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ആഴ്ചപ്പതിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനുശേഷം വന്ന തുഞ്ചൻ പറമ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിൽ കാണുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരാൾ, സർഗാത്മകമായിട്ടുള്ള എഴുത്തുകാരൻ, വളരെ അരാജകത്വം നിറഞ്ഞ രീതിയിൽ ജീവിക്കുക എന്നുള്ള രീതിയിൽ അതൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ ആ രീതിയിലേക്ക് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ചുമതല ഏറ്റുകഴിഞ്ഞാൽ ആ ചുമതലയിൽ അദ്ദേഹം പുലർത്തുന്ന ഒരു വലിയ കൃത്യതയുണ്ട്. അപ്പോൾ ആഴ്ചപ്പതിപ്പിലാണെങ്കിൽ ഒരു ഓണപ്പതിപ്പ് ഇറക്കാനായിട്ട് തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റിപ്പബ്ലിക് പതിപ്പ് ഇറക്കാനായിട്ട് തീരുമാനിക്കുകയാണ്, ഒരു സ്പെഷ്യൽ പതിപ്പ് ഇറക്കാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹം മീറ്റിംഗ് വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ പറയുന്നു. ഞങ്ങളുടെ അന്ന് ഞാനും സഹദേവനും ഒക്കെയാണെന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലുള്ളത്. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളും കൂടി ചോദിച്ചതിന് ശേഷം അദ്ദേഹം കൃത്യമായി പറയുകയാണ്, ഇന്ന ലക്കത്തിൽ ഇന്നതുപോലെയൊക്കെ വേണം, അതിലെ സ്പെഷ്യൽ സ്റ്റോറികൾ ഇന്നതായിരിക്കണം, ഇന്ന ആളുകളെ കൊണ്ടൊക്കെ എഴുതിക്കണം എന്നുള്ള കാര്യം കൃത്യമായി പറയുകയും ആ പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ ജോലി തീരുകയാണ്. കാരണം താഴെയുള്ളവർ അദ്ദേഹത്തിന് വളരെ വിശ്വാസമാണ്. ബാക്കിയുള്ളവർ അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശപ്രകാരം ആ സങ്കല്പത്തിൽ നിന്ന് ഒട്ടും കുറയാത്ത വിധത്തിലേക്കുള്ള ഒരു ഓണപ്പതിപ്പോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പതിപ്പോ ഇറക്കും എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. അപ്പോൾ ആ രീതിയിൽ ആ ഒരു സാന്നിധ്യം, ഒരു കമാൻഡിങ് പവർ ഉണ്ട് വളരെ വ്യക്തമായിട്ട്. അതൊരിക്കലും അടിച്ചേൽപ്പിക്കലല്ല, ഏതെങ്കിലും രീതിയിൽ എൻ്റെ താല്പര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ തന്നെ വേണമെന്ന് പറയലല്ല. പക്ഷേ അദ്ദേഹം പറയുന്ന വാചകങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ഓണപ്പതിപ്പ് എന്താണെന്ന് ഞങ്ങൾ വായിച്ചെടുക്കുകയും അത് അതേപോലെ പുറത്തെടുക്കുകയും ചെയ്യുകയാണ്. പിന്നെ തുഞ്ചൻപറമ്പിൻ്റെ കാര്യം, ഞാൻ തുഞ്ചൻപറമ്പിലിപ്പോൾ മാതൃഭൂമിയിൽ ഞാൻ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഞാൻ അവിടെ കോർഡിനേറ്ററായിട്ട് ചെല്ലുന്നു. ഈ 35 വർഷമായിട്ട് അദ്ദേഹം അവിടെ അതിൻ്റെ സാരഥിയായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിനു മുമ്പത്തെ തുഞ്ചൻപറമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുമയിലോട്ടകവും അതുപോലെ തന്നെ കിലിക്കിക്കൂത്തും കാർണിവലും ഒക്കെ നടന്നിരുന്ന ഒരു അമ്പലപ്പറമ്പിലെ ഉത്സവത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ജീർണതകളുമുള്ള ഒരു ഉത്സവമായി നടന്നിരുന്ന തിരൂർ തുഞ്ചൻപറമ്പിനെ ഇന്ന് കാണുന്ന ഒരുപക്ഷെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എത്രയോ എഴുത്തുകാരും കലാകാരന്മാരും വന്ന് നിറയുന്ന ഒരു ധന്യമായ സാംസ്കാരികോത്സവമായി അതിനെ മാറ്റിയെടുത്തു എന്ന് പറയുന്നത് എം ടി വാസുദേവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ, അത് ഏകാധിപത്യമാണെന്ന് പറയുന്നവരുണ്ട്. എം ടി ഇത്ര വർഷമായിട്ട് മലയാളത്തിലെ വളരെ പ്രമുഖരായ കഥാകൃത്തുക്കൾ വരെ അതിനെ വിമർശിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ തുഞ്ചൻപറമ്പിലെ ഇത്രയേറെ കൃത്യനിഷ്ഠതയോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് വളരെ പ്രകടമാണ്. ഇന്നതൊക്കെ അവിടെ ചെയ്യണം. ആദ്യം അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയിട്ട് വില്യം ഷേക്സ്പിയറുടെ ജന്മനാട് കണ്ട് അവിടുത്തെ അതിൻ്റെ സ്മാരകം കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായതാണ് മലയാളത്തിൻ്റെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛന് തിരൂർ തുഞ്ചൻ പറമ്പിൽ വില്യം ഷേക്സ്പിയറിൻ്റെതിന് തുല്യമായ ഒരു സാംസ്കാരിക അക്ഷര സ്മാരകം ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങളുമായിരുന്നു. വളരെ ദുരിതമയമായിരുന്നു, സാമ്പത്തിക പ്രാരാബ്ധങ്ങൾ നിറഞ്ഞൊരു കാലമായിരുന്നു. അദ്ദേഹം വിദേശത്തൊക്കെ പോയി പരിപാടികൾക്ക് പോകുമ്പോൾ സംഘാടകർ വിളിക്കുമ്പോൾ ചോദിക്കും, അദ്ദേഹം ഒരു പൈസയും വാങ്ങില്ല, അദ്ദേഹം ചോദിക്കും നിങ്ങൾ തുഞ്ചൻ പറമ്പിന് എന്ത് തരുമെന്ന് ചോദിക്കും. വലിയ കലാകാരന്മാരും വലിയ എഴുത്തുകാരും എല്ലാം അവിടെ പരിപാടിക്ക് വരും. അവരാരും ഒരു പൈസയും പ്രതിഫലം വാങ്ങാതെ ആദ്യകാലത്ത് വരികയും പത്മാ സുബ്രഹ്മണ്യത്തെ പോലുള്ള നർത്തകിമാരൊക്കെ അവിടെ വരുന്നു. വലിയ യുവർ
സച്ചിദാനന്ദമൂർത്തിയെ പോലെ, മഹാശ്വേതാദേവിയെ പോലെ, സുനിൽ ഗംഗോപാധ്യായെ പോലെയുള്ള എഴുത്തുകാരൊക്കെ വരുന്നു. അവരൊരു പണവും ഒരുപക്ഷെ യാത്രാക്കൂലി പോലും വാങ്ങാതെ അവിടെ വന്നിരുന്ന ചരിത്രമുണ്ട്. പത്മ സുബ്രഹ്മണ്യം അവിടെ നൃത്തം ചെയ്തതിന് ശേഷം ഒരു ചെറിയ പ്രതിഫലം കൊടുത്തു. ആ പ്രതിഫലം തിരിച്ചു വന്ന് ഓഫീസിൽ കൊടുത്തിട്ട് തിരിച്ചു പോയൊരു സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ ആ എം ടി എന്ന് പറയുന്ന വ്യക്തിയിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇത്രയേറെ എഴുത്തുകാരെ നേരിട്ട് കാണുന്നത് തുഞ്ചൻ പറമ്പിൽ ചെല്ലാൻ തുടങ്ങിയപ്പോൾ മുതലാണ്. കാരണം ഒന്നുമല്ലാതെ കടന്നിരുന്ന ഒരു വെറും ഉത്സവപ്പറമ്പായിരുന്ന ഒരു സ്ഥലത്തെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു അക്ഷര കലാകേന്ദ്രമാക്കി മാറ്റി എന്നുള്ളതാണ് ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി. അതിന് വളരെ കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുണ്ട്. അത് ഓരോ സമയത്തും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് താഴെയുള്ള ജീവനക്കാരുമായിട്ട് പങ്കുവെക്കാനും അത് ഫലപ്രദമായിട്ട് നടപ്പാക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. വലിയൊരു ദീർഘദൃഷ്ടിയായിട്ടാണ് അതിനെ ഞാൻ കാണുന്നത്. വളരെ ഒബ്ജക്റ്റീവായ ഒരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്, ഈ എഴുത്തുകാരനായിരിക്കുമ്പോഴും, അല്ലേ? അതെ, എഴുത്തുകാരെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇത്തരത്തിൽ ഏറ്റെടുക്കുന്ന ചുമതലകൾ സാഹിത്യ അക്കാദമിയുടെ കാലത്തും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലായിരുന്ന കാലത്തും ഒക്കെ തന്നെ ഏറ്റെടുത്ത ജോലിയെ അതിൻ്റെ പരിപൂർണതയിലെത്തിക്കാനുള്ള ഒരു അക്ഷീണമായ പ്രവർത്തനം, വളരെ കൃത്യമായിട്ടുള്ള, ഒരു അരാജകത്വവും ഇല്ലാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്ന് നേരിട്ടറിയാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു ചോദ്യം വീണ്ടും കൽപ്പറ്റ നാരായണ മാഷിനോട് ചോദിക്കുകയാണ്. സാർ പറഞ്ഞിട്ടുണ്ട്, അതായത് എം ടി എഴുതുന്നത് മഷി കൊണ്ടല്ല കറ കൊണ്ടാണ്, രസം നീരസമാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ നെഗറ്റീവായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു സംഗതിയാണ്. അതിനോട് ചേർന്ന് തന്നെ എം ടിയുടെ ഭാഷ എന്ന് പറയുന്നത് അത് കവിതയാണ്, കവിതയോട് അടുത്ത് നിൽക്കുന്ന ഭാഷയാണ് എന്ന് പറയുന്നു. അതല്ലെങ്കിൽ അതിൽ നിറയെ വിഷ്വലുകളാണ്, വാക്കുകളല്ല വിഷ്വലുകൾ നിറഞ്ഞതാണ്, അതിൽ വാങ്മയ ചിത്രങ്ങളാണ് അതിലുള്ളത് എന്നെല്ലാം പറയുന്നവർ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭാഷയെ ഇങ്ങനെ മാറ്റിത്തീർത്തതിൽ എം ടിയുടെ ഒരു സ്വാധീനം എന്തായിരുന്നു? ഈ ഭാഷയെ, എം ടിയുടെ ഈ എഴുത്ത് നാളുകളിൽ നമ്മുടെ ഭാഷയെ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ട് പോകാൻ ഉള്ള ഒരു സാധ്യത? എം ടി വാസുദേവൻ നായർ വലിയ പത്രാധിപരായിരുന്നു, എഡിറ്ററായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് പ്രതിഭ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലാണ് പ്രധാനം. അതുപോലെ നോവലുകളിലും ആ അളവിലില്ലെങ്കിലും അതിസൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം വാക്യങ്ങൾ എഴുതുക. ഈ വിധത്തിലുള്ള ഒരു പദാവധാനതയും ഒരു വാക്യാവധാനതയും അധികം എഴുത്തുകാരിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ശ്രദ്ധയാണ് അദ്ദേഹത്തിന് ഭാഷയിലുള്ള ഒരു വലിയ സംഭാവന എന്ന് പറയാം. അതിശയോക്തിയില്ല, ഒരു ഫലിതത്തിൻ്റെ പിന്നാലെ വളർന്നു പോവുകയില്ല, വളരെ പരിമിതമായി പറയുന്നത് നേരായതുകൊണ്ട് ആ നേരിൻ്റെ വഴിക്ക് നിന്നുകൊണ്ട് മലയാള ഭാഷയെ വളരെ അർത്ഥവത്താക്കി തീർത്ത ഒരു എഴുത്തുകാരനാണ് വാസ്തവത്തിൽ എം ടി വാസുദേവൻ നായർ. നീരസം എഴുതിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ സ്വീകരിക്കപ്പെടുക എന്ന അത്ഭുതത്തിൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. അതത്രയും നേരാണ്, പിന്നെ എങ്ങനെ നിരസിക്കും? അതാണ് ഒരു കാലത്തിനോടുള്ള ഒരു മരുമക്കത്തായ ഒരു യുവാവിനോട് ചെയ്തത് എന്താണ് എന്നാണ് ഇരുട്ടിൻ്റെ ആത്മാവ് പറയുന്നത്. അക്കാലത്തിൻ്റെ മിഥ്യയായ സൗന്ദര്യബോധം ഒരു പെൺകുട്ടിയോട് എന്താണ് ചെയ്തത് എന്നാണ് കുട്ടിയെടുത്തി പറയുന്നത്. അവർ എന്ന് പറയുന്ന അസാധാരണമായ ഒരു കഥയുണ്ട്. അത് പറയുന്നത് എന്തൊരേകാകിയാണ് ഒരു വൃദ്ധൻ എന്ന്. അങ്ങനെ ഓരോ നേരും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് അദ്ദേഹം ചെയ്യും. വിഷ്വൽസ് എന്നതിനേക്കാൾ അതിസൂക്ഷ്മമായ ഡീറ്റെയിൽസ് കഥകളിൽ ആഖ്യാനത്തിൽ നിലനിർത്തിയിട്ടുള്ള ഒരാൾ എന്നതാണ് എം ടിയുടെ പ്രത്യേകത. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ പണ്ട് ഇപ്പോഴതില്ല, ഒരു 1000 രൂപയുടെ നോട്ടടിക്കണമെങ്കിൽ അതിൻ്റെ അനുപാതത്തിലുള്ള സ്വർണം നിക്ഷേപിക്കണമെന്നായിരുന്നു റിസർവ് ബാങ്ക്. ഇന്ന് പക്ഷേ ആ അനുപാതമൊക്കെ പാടെ തെറ്റി, ഒരനുഭവത്തിലും അതില്ല. എം ടി പക്ഷേ എഴുതിയിരുന്ന കാലം മുഴുവൻ ഈ അനുപാതം നിലനിർത്തിയ ഒരാളാണ്. അതിന് തുല്യമായ അനുഭവം, വേദന ഒക്കെ അദ്ദേഹം നിലനിർത്തി. അങ്ങനെ അദ്ദേഹം താൻ എഴുതിയതിലൂടെ മൂല്യവത്തായ ഒരു ഭാഷ സൃഷ്ടിച്ചു. അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ
അസാധാരണമായ തൻ്റെ കാലത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ. സാധാരണമായ ഒരു ഡോക്യുമെൻറ്റേഷൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും നമുക്ക് സൂക്ഷ്മമായി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. നാരായണ മാഷ് ഇപ്പോൾ ഇവിടെ എഡിറ്റിംഗ് എന്നതിനെക്കുറിച്ച് വളരെ ഒന്ന് പെട്ടെന്ന് പരാമർശിച്ചു പോയി. അത് ഒരുപക്ഷെ ശ്രീകുമാറിന് അതിനെക്കുറിച്ച് കൂടെ, കാരണം പത്രസ്ഥാപനത്തിൽ MTയോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ശ്രീകുമാർ. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ മഞ്ഞ എന്നത് മറ്റൊരാൾ എഴുതിയിരുന്നെങ്കിൽ അത് എത്രമാത്രം വലിയ ഒരു നോവലായി തീർന്നേനെ എന്ന് നമുക്ക് പലപ്പോൾ സംശയം തോന്നാം. ഒരുപക്ഷെ അദ്ദേഹം തന്നെ അത് വളരെ വലുതായി എഴുതിയതിന് ശേഷം വീണ്ടും അത് തിരിച്ചു പിടിച്ചത് ചെറുതാക്കിയെടുത്ത ഒരു സംഗതിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. രണ്ടാമൂഴം എന്ന് പറയുന്ന വലിയ ഒരു കൃതിയാണ്. അതിൽ പക്ഷേ ഒരു വാക്കുപോലും നമുക്ക് വെട്ടി മാറ്റാനായിട്ട് സാധിക്കില്ല, ഇനി ഒന്നുകൂടെ ഒഴിവാക്കാനില്ല എന്ന് തോന്നുന്ന ഒരു അനുഭവം നമുക്ക് തരുന്നുണ്ട്. ശ്രീകുമാർ ധാരാളം എഴുതി. ഇങ്ങനെയുള്ള ഈ എഡിറ്റിംഗ് എന്നത് എഴുതുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്തു പോകുന്ന ഒരു സംഗതി MTയിൽ കാണുന്നു. അത് ശ്രീകുമാറിൻ്റെ എഴുത്തിനെ അത് എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ മാതൃഭൂമിയിൽ നിന്ന് പോരുന്നത് വരെ ഞാൻ MT അഭിസംബോധന ചെയ്യുന്നത് എഡിറ്റർ എന്നായിരുന്നു, സാറിനായിരുന്നില്ല. കാരണം സാറിന് വിളിക്കുമ്പോഴതിനേക്കാൾ ഒരു ബഹുമാനം എനിക്ക് എഡിറ്റർ എന്ന് വിളിക്കുമ്പോഴുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആ ബന്ധം മാറിയതിന് ശേഷമാണ് ഞാൻ സാറിന് വിളിക്കാൻ തുടങ്ങിയത്. വളരെ അത്ഭുതകരമാണത്. കാരണം MT എഴുതിയ 2 പ്രധാനപ്പെട്ട രചനകൾ ഈ ലോകത്ത് ആദ്യമായിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. കാരണം രമണൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ചങ്ങമ്പുഴയുടെ കൃതിയുടെ വാർഷികം വരുന്നു, അതിനെക്കുറിച്ചൊരു ലേഖനം വേണമെന്ന് പറയുന്നു. ഞാനും സഹദേവേട്ടനും കൂടി സാറിൻ്റെ അടുത്ത് എന്ന് പറയുന്നു, ഇങ്ങനെ ഒരു ലേഖനം വേണം. ആരെഴുതുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു സാറ് എഴുതുമെന്ന് ചോദിച്ചു. ഞാൻ എഴുതാമെന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ വീക്കിലിയുടെയൊക്കെ ഒരു സമയ ക്ലിപ്തത വളരെ പ്രധാനമാണ്. അതിൻ്റെ തലേ ദിവസമായിട്ട് തന്നെ പുസ്തകം നമുക്ക് രചന കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തി, നാളെ നോക്കാമെന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് വരുന്ന അദ്ദേഹം രാവിലെ 7 മണിക്ക് വന്ന് അകത്തിരുന്ന് എഴുതാൻ തുടങ്ങുകയാണ്. ബീഡി വലിക്കുന്ന സമയമാണ്, AC മുറിയാണ്, എന്നാൽ പോലും ബീഡിയുടെ ഒരു പുകയൊക്കെ നിറയുന്ന ഒരു സമയമാണ്. ഒരു 3:30 മണി വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നിട്ട് 3:30ക്ക് എന്നെ വിളിച്ചിട്ട് ശ്രീകുമാർ അതാ രചന ഇതാണ്, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അത് എൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്നു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ കൈ കിട്ടുകയാണ് ആദ്യത്തെ രചന, രമണീയം ഒരു കാലം എന്നുള്ളത്. ഇത് എൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്നു ഉടനെ എൻ്റെ നിന്ന് തിരിച്ചു വാങ്ങിയിട്ട് അതിൻ്റെ ഹെഡിങ് ഇടുകയാണ്, രമണീയം ഒരു കാലം. പിന്നെ 3-4 സ്ഥലത്തൊരു ചെറിയ വെട്ടലും. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃതികളുടെ സെൽഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ചൈനയിൽ പോയി വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഒരു ചെറിയ യാത്രാവിവരണം എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു യാത്രാവിവരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി ഇവിടെ പോയി എൻ്റെ കൂടെ എന്നവരുണ്ടായിരുന്നു എന്ന് എഴുതലല്ല യാത്രാവിവരണം, എനിക്കിതിൽ എന്തെങ്കിലും എഴുതാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. ഇതേപോലെ ഒരു ദിവസം എഴുതി ഒരു കെട്ട് കടലാസ് ഇങ്ങനെ എഴുതിയ കൈയെഴുത്ത് പതി എഴുതിയിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു എഴുതിക്കോളാൻ പറഞ്ഞു. അതും ഇതേപോലെ എൻ്റെ തിരിച്ചു വാങ്ങിയിട്ടാണ് അതിൻ്റെ ഹെഡിങ് ഇടുന്നത്, വൻകടലിലെ തുഴവള്ളക്കാർ. ഈ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അവിടെ പല എഴുത്തുകാരും, വളരെ പ്രമുഖരായിട്ടുള്ള പല എഴുത്തുകാരും തലക്കെട്ട് മാറ്റിയതും അതുപോലെ തന്നെ കഥയിൽ എഡിറ്റിംഗ് നടത്തിയതും ഒക്കെ വളരെ ഗുണകരമായതായിട്ട് പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടുമുണ്ട്. എൻ്റെ എഴുത്തിൽ പോലും എനിക്ക് തോന്നുന്ന ഈ രചനകളിൽ പലപ്പോഴും എനിക്ക് ചില സമയത്തൊക്കെ എനിക്ക് എഡിറ്ററുമായിട്ട് സംസാരിച്ചിട്ട് ചില രചനകൾ ഉണ്ടാക്കേണ്ടി വരാറുണ്ട് അദ്ദേഹത്തിൻ്റെത്. അതിൻ്റെ ഹെഡിങ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം MT പറഞ്ഞൊരു സാധനം അത് അടിച്ചു വരുന്ന MTയുടെ പേരിലാണ്. കോഴിക്കോടിനെ കുറിച്ചുള്ള MTയുടെ ഓർമ്മകൾ ഒരിക്കൽ സംസാരിച്ച് മാതൃഭൂമിയുടെ നഗരം പേജിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ വീട്ടിൽ പോയി കുറേ സംസാരിച്ചു, 2 മണിക്കൂർ നേരം സംസാരിച്ചു. ഇതിൻ്റെ ഓരോ 20 ഭാഗങ്ങളായിട്ട് അത് എഴുതി ഓരോ ഭാഗത്തിലും ഹെഡിങ് ഇടണം. ആ ഹെഡിങ് ഇടാൻ വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് ഭയങ്കര നമുക്കൊരു വിറയലാണ്. കാരണം MTയുടെ പേരിൽ വരാൻ പോകുന്ന ഒരു രചനയ്ക്കുള്ള ഹെഡിങ് ആണ് അത്. പലപ്പോഴും അദ്ദേഹം അതിൽ നടത്തുന്ന ചെറിയ ചില എഡിറ്റിങ്ങുകൾ വളരെ പ്രധാനമാണ്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് വേണ്ടാത്തത് ഒഴിവാക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു വേണ്ടത് അവിടെ നിലനിർത്തുക എന്നുള്ളതിലാണ്. അതിൽ മലയാളത്തിൻ്റെ പത്രാധിപർ എന്ന് പറയുന്ന K. സുകുമാരനെ പറയുന്നെങ്കിലും മലയാളത്തിലെ സാഹിത്യ പത്രാധിപർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് MT ആണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാൻ സമയം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കൊല്ലത്ത് കാലമായിട്ട് എൻ്റെ മനസ്സിൽ MT മാത്രമാണ്. കാരണം MTയെക്കുറിച്ചുള്ളൊരു ജീവചരിത്ര രചനയിൽ അദ്ദേഹത്തിന് ആയാസത്തിനിടയിലും ഒരു വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരു വർഷം എല്ലാ ദിവസവും വൈകുന്നേരം പോയി സംസാരിച്ച് എൻ്റെ പുസ്തകത്തിൻ്റെ രചനയിൽ മുഴുകിയിരിക്കുന്ന ഒരു സമയത്താണ് ഈ MT അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതൊരു മറ്റൊരു സുഹൃതമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ വരവിനായിട്ട് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ശ്രീകുമാർ പല കൃതികളും വായിക്കുമ്പോൾ ഇതിലൊരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ MTയുടെ പുസ്തകങ്ങളിൽ നമുക്കൊരിക്കലും അത് തോന്നുകയില്ല. ഒരേ ഒരു MT എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ MT ഒന്നല്ല. MT എന്ന് പറയുന്നത് ഒരുപാട് MT ഉണ്ട്. വായനക്കാരനായ ഒരു MT, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വായനക്കാരനായ ഒരു MT, മറ്റുള്ളവരെ നമുക്ക് മറ്റു വിദേശങ്ങളിൽ നിന്ന് മറ്റുള്ള എഴുത്തുകാരെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു ആള്,
പിന്നെ തിരക്കഥ എഴുതുന്ന MT, സിനിമ സംവിധാനം ചെയ്യുന്ന MT, ഇതുപോലെ വ്യക്തിബന്ധങ്ങൾ പുലർത്തുന്ന MT, തൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന MT, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ഇതിലുണ്ട്. ഇതിൽ ഏത് MT ആണ് വെങ്കടചലം മാഷെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ MT ഒരു സാന്നിധ്യമാണ്. 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 കൽപ്പറ്റ മാഷ് പറഞ്ഞ മാതിരി ഒരു കാലാവസ്ഥ, ഒരു സാന്നിധ്യമാണ്. ഇപ്പോൾ എഴുത്തിനെ പറ്റി ശ്രീകുമാർ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ജോഷുവ. ഈ മാതൃഭൂമി ആഴ്ചവെപ്പ് ഒരു ലേഖനം വന്നിരുന്നു, വായന കൊണ്ട് വേദന മായ്ച്ച കുട്ടി എന്ന് പറഞ്ഞിട്ട്. MT ബന്ധുവിനെ പറ്റി ഉള്ള ഇതായിരുന്നു. അത് ഞാനാണ് എഴുതിയെടുത്തത്. ആ എഴുതിയെടുത്ത അനുഭവം ഉണ്ടല്ലോ, ആർക്കും മറക്കാൻ പറ്റില്ല. ഒരു വൈകുന്നേരം ഫ്ലാറ്റിൽ പോയി പറഞ്ഞ് എനിക്കൊരു സാധനം എഴുതാനുണ്ട്, നീ ബി പ്രിപ്പയർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കടലാസും പെൻസിലൊക്കെ ആയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്നു. ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പറഞ്ഞു, എന്നാൽ എഴുതാൻ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് യു വോണ്ട് ബിലീവ് ജോഷുവ, 18 A4 പേജ് ഒറ്റ സ്ട്രെച്ചിലാണ് പറയുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ 18 A4 പേജ് ഇങ്ങനെ പറയുക. എന്നിട്ട് ആദ്യം പറയും, ഇടയിൽ കയറി ഒരു ചോദിക്കരുത് കേട്ടോ, ഫസ്റ്റ് ഇടയിൽ കയറി ചോദിക്കരുതേന്നോ. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയെടുക്കട്ടെ, അതേ സ്പീഡിൽ ഞാൻ എഴുതിയെടുക്കുക. എല്ലാം എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു ഡേറ്റ്, അവിടെ ഇന്ന ഡേറ്റ് ഇട്ടോ, അത് മതി, കൊണ്ടുപോയി കൊടുത്തേക്ക്. കാരണം ഇത് എങ്ങനെയാണ് ഒരു വള്ളി പുള്ളി തെറ്റാതെ ഇങ്ങനെ ഒരു A4 പേജ് 18 പേജ് പറയാണ്, നമ്മൾ എഴുതിയെടുക്കുകയാണ്. പിന്നെ ജോഷുവ ചോദിച്ചെന്തായിരുന്നു? അതെ, ഇങ്ങനെ പല MT നമ്മൾ കാണുമ്പോൾ ഇതിൽ ഏത് MT ആണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്? എനിക്ക് തോന്നുന്നു അതിന് മറുപടിയായി വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണ് ഇപ്പൊ പറഞ്ഞ ഈ സംഗതി. അത് തന്നെയാണ് അത്ഭുതപ്പെടുത്തൽ എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളുന്നു. ഇനി അത് നാരായണ മാഷിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ MT കുറിച്ച് ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ ഒരു നെഗറ്റീവായ ഒരു സ്പർശമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. MT ഒരു ഭാഗ്യവാനാണ് എന്നിങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തോ ഒരു ഭാഗ്യവാനാണ്. അത് ചിലർ അത് എഴുതി വെച്ച് തന്നെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ജാതകമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിശേഷപ്പെട്ടതാണ്. ഭാഗ്യവാനാണ് എന്ന് പറയുന്ന ഒരു സംഗതി, ഈ എഴുത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ? അങ്ങനെ ഭാഗ്യം എന്നതിനെ കൊണ്ട് ഇത് നിർണ്ണയിക്കാവുന്ന ഒരു കാര്യമാണ്. ഭാഗ്യം അനർഹന് ലഭിക്കുന്നതാണ് ഭാഗ്യം. അർഹന് ഭാഗ്യമൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഭാഗ്യത്തിൻ്റെ വഴി നിരാകരിച്ചുകൊണ്ടാണ് അയാൾ എഴുത്തുകാരനായി തീരുക. നിങ്ങൾ ടോൾസ്റ്റോയിയുടെയോ ദസ്തവ്സ്കിയുടെയോ കാഫ്കയുടെയോ മുഖം നോക്കുക, എന്തുമാത്രം അസംതൃപ്തരാണ് അവർ. അവരെ നിങ്ങൾക്ക് ഒരു ഭാഗ്യവാൻ എന്ന് പറയാൻ കഴിയും. MTയുടെ മുഖം നോക്കുക, നിങ്ങൾ ഈ വാക്യം പറയുമോ? അദ്ദേഹം മുതൽ മുടക്കിയത് വളരെ കൂടുതലാണ്, തൻ്റെ ജീവിതം മുഴുവനുമാണ്. അതിന് തക്ക അംഗീകാരം കൊടുക്കാൻ ആർക്കും സാധ്യവുമല്ല. അതങ്ങനെ വായനയിലൂടെയും ഒക്കെ തുടരും. ഈ ഞാൻ പറഞ്ഞ എഴുത്തുകാരെ പോലെ അത് നിലനിൽക്കും. കാരണം എഴുത്തുകാരനാണ് വലുത്. അദ്ദേഹത്തിന് സംതൃപ്തിയില്ല ഒരിക്കലും. അത് സംതൃപ്തനാകാനുള്ള നിരന്തരമായ ശ്രമം മാത്രമേ ഉള്ളൂ. അല്ലാതെ ചെറിയ മുടക്ക് മുതൽ ഇപ്പോൾ 100 രൂപയുടെ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിയിട്ട് അത് 2 കോടി കിട്ടുന്നതിൽ ഭാഗ്യമുണ്ട്. അയാൾക്ക് എന്താ അർഹതയാണ് അതിനുള്ളത്? അതുപോലെയല്ല ഒരു എഴുത്തുകാരൻ. തന്നെ ആകെ മുതലിറക്കി ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണ്. ഒരു കലാകാരനും ഭാഗ്യവാനല്ല. അതെ സാർ, ആദ്യം തന്നെ ഈ ഓർമ്മകൾ എന്ന് പറഞ്ഞിരുന്നു ഒരു സംഭവമുണ്ട്. പക്ഷേ പുതിയ കാലത്ത് ആളുകൾ എത്രത്തോളം ഓർമ്മകളെ സൂക്ഷിക്കുന്നു, പുതിയ തലമുറ, അവർക്ക് ഓർമ്മകളല്ല ഈ സാങ്കേതിക വിദ്യ കൊണ്ടുള്ള മെമ്മറിയാണ് കാര്യങ്ങൾ സൂക്ഷിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഓർമ്മ കൂട്ടി ഉണ്ണുക എന്ന് പറയുന്ന സംഗതിക്ക് ഇനിയുള്ള ഒരു കാലത്തൊരു പ്രസക്തി തോന്നുന്നുണ്ടോ? ഇനിയുള്ള കാലത്താണ് അതിൻ്റെ പ്രസക്തി വാസ്തവത്തിൽ വർദ്ധിക്കാനിരിക്കുന്നത്. ആ തരത്തിലുള്ള ഇവിടെ ജോഷുവ സൂചിപ്പിച്ച തരത്തിലുള്ള ഓർമ്മകൾ നമുക്ക് നഷ്ടമാകുമ്പോൾ ആ ഓർമ്മകളെ സ്പർശിച്ച് ഉണർത്തുകയാണ് MTയുടെ ഓർമ്മകൾ ചെയ്യുന്നത്.
അങ്ങനെ നാം കൂടുതൽ ഓർമ്മകളുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഓർമ്മകൾ നമ്മുടെ വേദനകളെ സ്പർശിക്കുന്നു. അതെല്ലാം മറന്നു കിടക്കുകയാണ് പുതിയ തരത്തിലുള്ള ഓർമ്മകൾ. അപ്പോൾ നമ്മളിലുള്ള നമ്മുടെ വ്യക്തി, അതാ ഞാൻ പറഞ്ഞത്, പാപഗ്രസ്തമായ ഒരു ഏകാന്തതയെ എംടി സ്പർശിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാളോടും പ്രകാശിപ്പിക്കാത്ത നമ്മുടെ വേദനകളെ എംടി സ്പർശിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈ ഓർമ്മകൾ തന്നെയാണ്, ഓർമ്മകളുടെ ഈ ധാര മുറിയാതെ നോക്കുന്ന എംടി ചെയ്യുന്ന വലിയ സംഭാവന നമ്മളിലെ ഓർമ്മകളെ സജീവമാക്കുന്നു, നമ്മളിലെ മനുഷ്യത്വത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളായി എണ്ണപ്പെടും. ഓക്കെ, ഞാൻ മാത്രം ചോദിച്ചുകൊണ്ടിരുന്നാൽ അത് ശരിയാവില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും നമ്മുടെ അതിഥികളോട് എന്തെങ്കിലും ഇതുവരെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ MT ഒരു അനുഭവമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാനുള്ള അവസരമാണ്. ഒരൊറ്റ കാര്യം ഇതിൽ ആഡ് ചെയ്യണം തോന്നിയതാണ്. MTയുടെ വായനയുമായിട്ടുള്ള ഒരു വലിയ ഒരു അട്രാക്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി ചോദിക്കുക, MT 87 വയസ്സാണ്. 87 വയസ്സിൽ അദ്ദേഹം കണ്ണിനൊരു പ്രശ്നമായിട്ട് ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കാണാൻ പോവുകയാണ്. ആ ഡോക്ടർ പുതിയ ആളാണ്, MT അറിയില്ല. MT അറിയാത്ത ഡോക്ടറാണ്, അതിൽ അത്ഭുതമൊന്നുമില്ല, അങ്ങനെയുള്ള പലരും ഉണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിനാണ്. ഒരു 36 പേജൊക്കെ വായിച്ച് കഴിയുമ്പോഴേക്കും 30 പേജൊക്കെ വായിച്ച് കഴിയുമ്പോഴേക്കും കണ്ണിന് ഭയങ്കര സ്ട്രെയിനാണ്, പിന്നെ വായിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എത്ര വയസ്സായി? 87 വയസ്സിൽ 30 പേജൊക്കെ വായിച്ചാൽ പോരെ, മറ്റേ അടുത്ത ദിവസം വായിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ MT ക്ഷുഭിതനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും പുറത്ത് നിന്ന് ഡ്രൈവറോട് ഇവർക്കൊന്ന് വായനയെപ്പറ്റി പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ എന്ന് ചോദിക്കുകയും ചെയ്തത് ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് പറയണമെന്ന് തോന്നി പറഞ്ഞു. അത്രയേ ഉള്ളൂ. 5 മിനിറ്റും കൂടെ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, ഈ MT കഥേതരം, MTയെ നമ്മൾ അറിയുന്നത് ഇതാണ്, കഥാകാരനായിട്ടും നോവലിസ്റ്റായിട്ടും അതോടൊപ്പം തന്നെ ഫിക്ഷൻ എഴുതുന്ന ഒരാളായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ MT കഥേതരം എന്ന ഒരു പുസ്തകം ഈയിടെ ഇറങ്ങിയപ്പോൾ അത് 3 വോളിയമുണ്ട്. അതെല്ലാം അദ്ദേഹം ഫിക്ഷൻ അല്ലാത്ത കാര്യങ്ങൾ എഴുതിയതാണ്. അപ്പോൾ കഥ എഴുതുന്നതിനപ്പുറം കഥയെക്കുറിച്ച് എഴുതുക, മറ്റ് കാര്യങ്ങളെക്കുറിച്ച് എഴുതുക, ഫിക്ഷൻ തൊട്ട് തീണ്ടാത്ത ഇത്രയും കാര്യങ്ങൾ MTയിൽ നിന്ന് ഇത്രയും എഴുതിയ ഒരു കഥാകാരൻ നമുക്ക് വേറെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിൽ അതെങ്ങനെയാണ് കഴിയുക? MTയുടെ ഏത് തലമാണ് സാർ അതിൽ കാണുന്നത്? ഒരു വശം നമ്മൾ വിസ്മരിച്ചത് MTയിലെ പ്രഭാഷകനെ കൊണ്ടാണ്. MT മലയാളത്തിലെ സവിശേഷമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാൾ. ഒരു 25 മിനിറ്റ് 30 മിനിറ്റിലധികം അദ്ദേഹം പ്രസംഗിക്കില്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വിദേശ കഥയോ ഒരു അത്ഭുതകരമായി തനിക്ക് തോന്നിയ കഥയോ പറയുകയും അത് മനോഹരമായി സന്ദർഭത്തോട് അന്വയിക്കുകയും ചെയ്യും. ഈ പ്രസംഗമാണെങ്കിൽ കൃത്യമായി മനസ്സിൽ സംവിധാനം ചെയ്തു വന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ അനവധി പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട് MT വാസുദേവൻ നായർ. ആ പ്രസംഗങ്ങളെല്ലാം തന്നെ പല പുസ്തകങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പ്രധാനമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ വാക്കിൻ്റെ മൂല്യം ഇങ്ങനെ കാക്കുന്ന ഒരാളെ നാം ഈ പ്രഭാഷണങ്ങളിലും കാണും. അതിശയോക്തികളില്ല, നിലവിട്ടുയരലില്ല, ആവേശം കൊള്ളലില്ല, കൃത്യമായതാണ് ആ പ്രസംഗങ്ങൾ. കൃതകൃത്യത എന്നുള്ള വാക്കിൽ കൃത്യത നഷ്ടം, അപ്പോൾ ഉള്ള ഭംഗി, ആ കൃത്യതയെ അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ മറ്റ് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ശ്രീകുമാർ പറയും. ഞാൻ ഇത് കഥേതരത്തെ പറ്റിയൊരു കാര്യം പറയട്ടെ. ആരും കാണാതെ ഒരുപാട് വർഷങ്ങൾ MTയുടെ 4 ഇംഗ്ലീഷ് ലേഖനങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഒരാളും അറിയില്ലാതെ, MTക്ക് അറിയാതെ എൻ്റെ അടുത്തുണ്ട്, ഒരു കുട്ടിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്നാണ് ബഷീർ മാഷ് എന്നെ വിളിക്കുന്നത്. നിൻ്റെ അടുത്ത് 4 ലേഖനങ്ങൾ നീ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് MT പറഞ്ഞല്ലോ, അതെനിക്ക് വേണമെന്ന്. അതിമനോഹരമായ 4 ഇംഗ്ലീഷ് ലേഖനങ്ങൾ കഥേതരത്തിലുണ്ട്. അത് ഒരുപാട് വർഷങ്ങളായി ഞാൻ ആരും കാണാതെ സൂക്ഷിക്കുകയായിരുന്നു. MT തന്നിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അത് അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ടെന്ന് പറയാം. MTയുടെ കാതികൻ്റെ പണിപ്പുര പറയാതെ പോകുന്നത് അനുചിതമാണ്. കാരണം ഏത് എഴുത്തുകാരനും ഇപ്പോഴും, പുതിയ എഴുത്തുകാർ പോലും, ഒരുപക്ഷെ എഴുത്തിൻ്റെ പൂർവ്വ പാരമ്പര്യത്തൊക്കെ തള്ളിക്കളയുന്ന എഴുത്തുകാർ പോലും ഇത് രഹസ്യമായെങ്കിലും വായിക്കാത്ത കഥ എഴുത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതൊരു വളരെ പ്രധാനം. വളരെ ചെറിയ പുസ്തകങ്ങളാണ്. അതുപോലെ ബാലപംക്തിയിലൂടെ അദ്ദേഹം ചെയ്ത വലിയ ഒരു സേവനമുണ്ട്. എത്ര എഴുത്തുകാരെയാണ് അക്ബർ കട്ടലിനെ പോലെ, TV കൊച്ചുവാവയെ പോലെ, സത്യനന്ദിക്കാടിനെ പോലെയുള്ളവരെയൊക്കെ കൈപിടിച്ചു കൊണ്ടുവന്ന, മലയാളത്തിലൊരു തലമുറയെ തന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ബാലപംക്തി
പങ്ക്തിയിലൂടെ ഒരു സംഭാവന. യാത്രാവിവരണകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരങ്ങൾ ശ്രദ്ധിച്ചോ? നേരത്തെ പറഞ്ഞതുപോലെ നടപ്പ് മാമൂൽ യാത്രാവിവരണത്തിൻ്റെ ചെടിപ്പുകളൊന്നുമില്ല. വൻകടലിലെ തുഴവള്ളക്കാർ വായിച്ചു കഴിഞ്ഞാൽ സാഹിത്യത്തിൻ്റെ ഒരു നിറവ്, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സാഹിത്യത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ, അങ്ങനെയുള്ള ചില വളരെ ധന്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. ആൾക്കൂട്ടത്തിൽ തനിയേലാവുമ്പോൾ മറ്റൊന്ന് 4-5 യാത്രാവിവരണങ്ങളേ ഉള്ളൂ. ഈ യാത്രാവിവരണങ്ങളിൽ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാതികൻ്റെ പണിപ്പുരയും കാതികൻ്റെ കലയും പോലുള്ള ലക്ഷണഗ്രന്ഥങ്ങളെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ലെങ്കിലും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്ന രചനകളും ഈ പ്രഭാഷണങ്ങൾ, മാഷ് പറഞ്ഞ പ്രഭാഷണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് MT നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം അത്ര പല പ്രഭാഷണങ്ങൾ നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഒരു ആവേശങ്ങളോ പ്രകടനങ്ങളോ ഒന്നുമില്ലെങ്കിൽ ആ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ മുഴുവൻ ശ്രദ്ധയോടുകൂടി പിടിച്ചിരുത്താൻ പറ്റുന്ന, നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന പ്രഭാഷണങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ. അദ്ദേഹം വളരെ 2-3 മിനിറ്റിലൊക്കെ നടത്തിയ പ്രഭാഷണങ്ങളൊക്കെ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ പറയുന്നേ ഇല്ല ഞാൻ. ഗൗരവപൂർവമായ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ടാണെന്ന് കൂടി പറയേണ്ടി വരും. MT വാസുദേവൻ നായരുടെ ഒരു പരിമിതി കൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ബഷീറിനോടും മാധവിക്കുട്ടിയോടൊക്കെ വലിയ അത്ഭുതമുണ്ട്. ആ അത്ഭുതത്തിന് കാരണം സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഈ അതിശയങ്ങളാണ്. സംസാരിക്കുമ്പോൾ, എഴുതുമ്പോൾ അവർ തന്നെ വിചാരിച്ചിട്ടില്ലാത്ത വാക്യങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. ഈ വിസ്മയം സൃഷ്ടിക്കാൻ MT ശ്രമിക്കാറുമില്ല. MTക്ക് സ്വാഭാവികവുമല്ല. നല്ല ശ്രദ്ധാപൂർവം എഴുതിയതാണ് MTയുടെ കൃതികൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാധവിക്കുട്ടിയിൽ, ബഷീറിൽ, മേതിൽ രാധാകൃഷ്ണനിൽ ഉണ്ടാകുന്നത് പോലെയിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള ഈ പുറപ്പെടലുകൾ ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്, മറ്റ് 3 പേരുടെയും നിയന്ത്രണത്തിന് കീഴിലല്ല. ഏതാണോ മികച്ചതെന്നൊന്നും പറയാൻ ഞാനാളല്ല. പക്ഷേ ഈ ഒരു പരിമിതി MTക്ക് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം അങ്ങനെ ഒരു തല നിൽക്കുന്നുണ്ട്. MTയുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അതിനപ്പുറമില്ല. അതാണ് കേൾക്കാം. നമുക്ക് സമയം ഏതാണ്ട് തീരുകയാണ്. ആരും ഒന്നും ചോദിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. സർ, ഞാൻ MTയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്, കൂടല്ലൂർ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മളെ പ്രോഗ്രാംസിലൊക്കെ സാർ വരലുണ്ടായിരുന്നു. ജ്ഞാനപീഠ അവാർഡിനാണ് ഫസ്റ്റ് സാറിനെ കാണുന്നത്. അപ്പോൾ സാർ എപ്പോഴും പറയാറുണ്ട് അവിടുത്തെ കൂടല്ലൂരിലെ കഥകളാണ്, അപ്പോൾ നിർമ്മല ടീച്ചറാണെങ്കിലും അപ്പുണ്ണിയാണെങ്കിലും കൂടല്ലൂരിലെ കഥകളാണ് കൂടുതലായിട്ടും എഴുതാറുള്ളത്. അപ്പോൾ സാർ ആ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട്, ആ നാടിനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ടോ എന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടാണ്. സാർ കുറേ കാലമായിട്ട് കോഴിക്കോടാണെന്ന് അറിയാം. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ചോദിക്കാനുള്ളത് സാർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഈ ജീവചരിത്ര രചനയുടെ ഭാഗമായിട്ട് പഠിച്ചപ്പോൾ 3 സ്ഥലങ്ങളാണ്. ഒന്ന് ജന്മസ്ഥലമായിട്ടുള്ള കൂടല്ലൂർ, അച്ഛൻ്റെ സ്ഥലമായ പുന്നയൂർക്കുളം ആ പ്രദേശം, പിന്നെ പാലക്കാടും കോഴിക്കോടുമാണ്. വളർത്തമ്മ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് പാലക്കാടിനെയും കോഴിക്കോടിനെയും കുറിച്ചിട്ട്. പക്ഷേ MT ആകുന്നത് യഥാർത്ഥത്തിൽ കോഴിക്കോട് തന്നെയാണ് എന്നുള്ളതാണ്. അത് അദ്ദേഹം പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഹരിശ്രീ കാലമൊക്കെയാണ് പാലക്കാട് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വളർത്തുമൃഗങ്ങൾ സമ്മാനം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വരുന്നതാണ്. എനിക്ക് തോന്നുന്നു MT പലപ്പോഴും പറഞ്ഞൊരു വാചകം തന്നെയാണ്, കോഴിക്കോടാണ് എന്നെ എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെ ഇതുവരെ ആക്കിയത്, ആ കടപ്പാട് ഒട്ടും ചെറുതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് തന്നെ ആയിരിക്കണം MT ഏറ്റവും കടപ്പാടുള്ള നഗരം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നേരത്തെ മാഷ് പറഞ്ഞതിലൊരു വരി, എനിക്ക് എൻ്റെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതി തന്നിട്ടുണ്ട് മാഷ്. അപ്പോൾ അതിൽ നാടകത്തെക്കുറിച്ചൊരു പുസ്തകമാണ്. അപ്പോൾ നാടക നടിമാരെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു വളരെ ദയനീയമായ ജീവിതം മുഴുവൻ നാടകത്തിന് സമർപ്പിക്കുന്നു. ഒരുപാട് ചീത്തപ്പേര് കേൾക്കേണ്ടി വരുന്നു. ഇപ്പോൾ നാടക ക്യാമ്പിലൊക്കെ ഭക്ഷണം ചോറ് വിളമ്പുമ്പോൾ ഈ വിളമ്പുന്ന ആളുടെ കയ്യിൽ ഈ നടി കയറി ഒന്ന് പിടിക്കും, എന്നിട്ട് ചേട്ടാന്നൊന്ന് വിളിക്കും, ഒരു ഇത്തിരി ചോറ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെപ്പറ്റി എഴുതുമ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പിൽ വെച്ച് എഴുതിയ ഒരു വരിയുണ്ട്, കളിച്ച നാടകങ്ങളെക്കാൾ വലുതായിരുന്നു അവർ അഭിനയിച്ച ജീവിതങ്ങൾ എന്ന്. എനിക്ക് തോന്നുന്ന പ്ലാൻഡായിട്ട് എഴുതിയതെല്ലാം തോന്നുന്നു, വളരെ സ്വാഭാവികമായി വന്നതാണെന്ന് തോന്നുന്നു. അത് വളരെ നിസ്സാരമായ വാക്കുകളാണ്. കളിച്ച നാടകങ്ങളെക്കാൾ വലുതായിരുന്നു അവർ അഭിനയിച്ച ജീവിതങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്നൊരു വലിയ അർത്ഥതലമുണ്ട്. അതെൻ്റെ മുമ്പിൽ വെച്ച് എഴുതിയതാണ്. ഇനി മുമ്പ് മനസ്സിലുണ്ടായിരുന്നതാണോ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അപ്പോൾ മനസ്സിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. ഈ മാഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന വാചകമാണ്. അത് മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. ഇങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ബഷീറിലൊക്കെ അത് തന്നെയാണ് ധാരധാരയായിട്ടുള്ളത്, മാധവിക്കുട്ടിയിലും അതെ. ഈ ചർച്ച വളരെ സാർത്ഥകമാക്കിയ നാരായണ മാഷിനോട്, ശ്രീകുമാറിനോട്, വെങ്കടാചലം സ്വാമിയോടുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. ഒരു വളരെ ധന്യമായ ഒരു അനുഭവമാക്കി ഇത് തീർത്ത നിങ്ങൾക്ക് 3 പേർക്കും പ്രത്യേകിച്ച് നന്ദി.